ഏഷ്യാനെറ്റ് ഒരുക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വീക്കിൽ വ്യാഴാഴ്ചത്തെ എപ്പിസോഡിൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഒരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുന്നു. നിലവിൽ 7 മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നത് ആദിലയാണ്. ഇനി ബിഗ് ബോസ് വീട്ടിലുണ്ടാവുക 6 മത്സരാർത്ഥികളാണ്. സാധാരണ ഫിനാലെയിൽ 5 മത്സരാർത്ഥികളാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മത്സരാർത്ഥി കൂടി ഫിനാലേക്ക് മുൻപ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസ് വീട്ടിലേക്ക് ആദിലയും നൂറയും ഒരു മത്സരാർത്ഥി എന്ന നിലയിലാണ് ആദ്യം എത്തിയത്. പിന്നീട് മത്സരത്തിനിടയിൽ ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും 2 വ്യത്യസ്ത മത്സരാർത്ഥികളായി മാറ്റുകയായിരുന്നു. ഇവരെ 2 മത്സരാർത്ഥികളാക്കി മാറ്റിയെങ്കിലും ഇവർ രണ്ടുപേരും ഫൈനൽ 7-ൽ ഫിനാലെ വീക്കിലേക്ക് യോഗ്യത നേടി. സോഷ്യൽ മീഡിയയിൽ പുറത്തുവരുന്ന ചില ഓൺലൈൻ പോളുകളിലെ വോട്ടിംഗ് പൊസിഷൻ എടുത്തു നോക്കിയാൽ ആദിലയ്ക്കും നൂറയ്ക്കും വെവ്വേറെ കിട്ടിയ വോട്ടുകൾ ഒരുമിച്ച് ചേർത്താൽ ഒരുപക്ഷെ വിജയിയാകുമെന്ന് ഈ ഓൺലൈൻ പോളുകളിലൂടെ കണ്ടെത്തുന്ന മത്സരാർത്ഥിക്ക് കിട്ടിയ വോട്ടിനടുത്തോ അതിൽ കൂടുതലോ ഒക്കെ ചില സാഹചര്യങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലെ വോട്ടിങ്ങുകളിൽ ആതിരയുടെ വോട്ടുകൾ നൂറയ്ക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. ഇനി ബിഗ് ബോസ് വീട്ടിൽ 6 മത്സരാർത്ഥികളാണുള്ളത്. അനുമോൾ, അനീഷ്, ഷാനവാസ്, നൂറ, അക്ബർ, നെവിൻ എന്നിവരാണവർ. ഈ 6 പേരിൽ ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഫിനാലേക്ക് മുൻപ് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബിഗ് ബോസിൽ നിന്ന് ഫിനാലേക്ക് മുൻപ് ഇനി പുറത്തു പോകേണ്ടത് ആരായിരിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. മാത്രമല്ല വളരെ ആവേശകരമായ വോട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. ആരായിരിക്കും ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആകാൻ സാധ്യത എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.